ഇതിൻ്റെ അകത്ത് സർക്കാരോ ദേവസ്വം ബോർഡോ ഈ വിഷയത്തിൽ നിന്ന് ഇപ്പം വിശ്വാസികളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും പിൻവാങ്ങിയതായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്, ഒരു ബോർഡാണ്. ആ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് വിശ്വാസികൾ, അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ. അയ്യപ്പ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പം UDFും BJP പോലുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്നു എന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യുലറായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥർ, അതിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, വ്യത്യസ്ത ജാതി മതത്തിൽ വിശ്വസിക്കുകയും വ്യത്യസ്ത ജാതി മത ആചാരങ്ങൾ തുടരുകയും ചെയ്യുന്ന ആളുകൾ വരെ ഈ ശബരിമലയിൽ പ്രവേശിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണം എന്നുള്ള നിലയിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യപ്പൻ്റെ ശബരിമല എന്ന് പറയുന്നത്. മാത്രമല്ല, അത് 18 മലകളിലെ മലയരയർ എന്ന് പറയുന്ന ആദിവാസി അല്ലെങ്കിൽ പട്ടികവർഗ സമൂഹത്തിൻ്റെ വലിയൊരു സാംസ്കാരിക പൈതൃകം കൂടികൊള്ളുന്നൊരു സ്ഥലമായിരുന്നു ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ ചരിത്രപരമായി തെളിവുകളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ദർശനം നടത്തുന്ന, അയ്യപ്പനെ വിശ്വസിക്കുന്ന ജാതി മതത്തിന് അതീതമായിട്ടുള്ള മനുഷ്യരുടെ ഒരു സംഗമം നടത്തുന്നു എന്നുള്ളതാണ്. അതിനെ വർഗീയമായിട്ട് കാണുന്നതാരാണ്? വർഗീയമായിട്ട് കാണുന്നത് വർഗീയ താല്പര്യങ്ങളുള്ള ആളുകളാണ്. ഗവൺമെൻറ്റിന് ഇതിനെ സംബന്ധിച്ച് വർഗീയമായ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി വർഗീയത ഉണർത്തുകയും വർഗീയത മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വലിയൊരു സെക്യുലറായിട്ടുള്ള, ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്, വളരെ സെക്യുലറായിട്ടുള്ള ഒരു സംഗമമാണത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള പിന്നോക്ക് പോക്കായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ്? അയ്യപ്പ ഭക്തർ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള, ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു സംഗമം ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നുള്ളത് വളരെ ഇവിടെ മതനിരപേക്ഷ വർഗീയവാദികളല്ലാത്ത എല്ലാ മനുഷ്യരും സ്വാഗതം ചെയ്യേണ്ടതാണ് സ്വാഭാവികമായിട്ടും. കാരണം ഇതൊരു വർഗീയ സ്റ്റേറ്റ് അല്ല, ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ള ജാതി മതത്തെ പ്രത്യേകിച്ച് പ്രീണിപ്പിക്കുന്നതിൻ്റെ ഒരു വിഷയമല്ല. അതാണ് അതിൻ്റെ കാര്യം. മാത്രമല്ല, അപ്പോൾ UDFുകാർ പറയുന്നൊരു കാര്യമുണ്ട്. UDFുകാർ പറയുന്നത് UDFിൽ തന്നെ ഇപ്പം UDFുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം UDFിൽ തന്നെയുള്ള ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിനെ പോലുള്ള പ്രധാനപ്പെട്ട UDFിലെ ഘടകകക്ഷികൾ എന്താ പറയുന്നത്? അവർ പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു നല്ല കാര്യമാണെങ്കിൽ നടക്കട്ടെ എന്നാണ്. അപ്പോൾ UDFിനുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായമൊക്കെ ഇല്ല. അപ്പം മാത്രമല്ല, ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു UDF ഈ വിഷയത്തിൽ അയ്യപ്പ സംഗമത്തെ സെപ്റ്റംബറിൽ 20-ാം തീയതി നടക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ വലിയ രീതിയിലുള്ള സ്വാഗതമരുളും, വലിയ രീതിയിൽ അതിനെ പിന്തുണയ്ക്കും എന്നാണ്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു മതനിരപേക്ഷ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ അതിനെ പിന്തുണയ്ക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് UDFിലെ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗിനെ പോലുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളടക്കം അതിനെ സ്വാഗതം ചെയ്യുന്ന നിലയ്ക്ക്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വർഗീയതയാണ് പ്രധാനം. RSSനെ സംബന്ധിച്ചിടത്തോളം വർഗീയതയാണ് പ്രധാനം. വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരവേലകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ RSSൻ്റെ നിലപാടെന്താ? ആദ്യം RSSൻ്റെ നിലപാടെന്തായിരുന്നു? അത് പരിശോധിച്ചിട്ടുണ്ടോ? സ്ത്രീകൾ പ്രവേശിക്കുന്ന വലിയ വിപ്ലവമാണെന്നാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീട് അതിൻ്റെ രാഷ്ട്രീയ ലാഭത്തിൽ പ്രശ്നങ്ങളുണ്ടാകുകയും സുപ്രീം കോടതി വിധി വരികയും ചെയ്തപ്പോഴത്തേനും അവർ തകിടം മറിയാണ് ചെയ്തത്. അപ്പോൾ വർഗീയമായിട്ടുള്ള ഈ ചേരിതിരിവിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല. അത് അവരവരുടേതായ വഴിക്ക് പോകട്ടെ. പക്ഷേ കേരളത്തിൽ ഇതൊന്നും വില പോകില്ല എന്നുള്ളത് വസ്തുതയാണ്.